ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതവചന ധ്യാനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം. യേശുക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്നും യേശുക്രിസ്തുവിനോടൊപ്പമുള്ളതായ ജീവിതത്തിന്റെ സൗന്ദര്യവും അതിന്റെ മഹത്വവും നന്നായി തിരിച്ചറിഞ്ഞിട്ടും മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെതായ ചില പദവികൾക്ക് വേണ്ടി, ചില പ്രത്യേകമായ അനുഭവങ്ങൾക്ക് വേണ്ടി ഒക്കെ യേശുവിൻ്റെ സ്നേഹത്തെ ഉപേക്ഷിച്ച് കളഞ്ഞതായ അനേക ആളുകൾ ഈ ലോകത്തിൽ ഉണ്ട്. അവർക്ക് യഥാർത്ഥ സത്യമറിയാം, എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തുവാൻ പലപ്പോഴും പ്രയാസമായിട്ട് ഇരിക്കുന്നു. ഇന്നത്തെ ചിന്ത അതുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന് 35-ാം വാക്യം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. എ ക്രിസ്ത്യൻ ഈസ്റ്റ് ജർമ്മനി എന്ന ഒരു പുസ്തകത്തിൽ ഒരു പെൺകുട്ടിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അവളുടെ ചെറുപ്രായത്തിലെ അവളുടെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവളുടെ അമ്മ നിത്യരോഗിണിയായി കിടപ്പിലാണ്. 2-ാം ലോക മഹായുദ്ധകാലത്ത് അവളുടെ ഒരു കൈ ഒരു ബോംബ് സ്ഫോടനത്തിൽ നഷ്ടപ്പെട്ടു. വളരെ നിരാശയോടെ, ഏകാന്തതയോടെ അവൾ ആശുപത്രി കിടക്കയിൽ തൻ്റെ ശരീരത്തിലേറ്റതായ ആ ക്ഷതങ്ങൾ, ആ മുറിവുകൾ എല്ലാം ഉണങ്ങി പുറത്തു വരുവാൻ 6 മാസങ്ങൾ ആശുപത്രി കിടക്കയിൽ തന്നെ കിടക്കേണ്ടതായിട്ട് വന്നു. ആ സന്ദർഭത്തിലൊന്നും അവളെ സന്ദർശിക്കുവാനോ അവൾക്കൊരു ആശ്വാസവാക്ക് പറഞ്ഞു കൊടുക്കുവാനോ അവളെ സഹായിക്കുവാനോ ആരും കടന്നു വന്നില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഇരിക്കെയാണ് ചില ക്രിസ്തീയ സഹോദരങ്ങൾ അവളുടെ അടുക്കലേക്ക് കടന്നു വന്നത്. അവളെ ആശ്വസിപ്പിച്ചു, അവളെ സഹായിച്ചു, അവളെ താങ്ങിയിരുത്തി. അങ്ങനെ നിരവധി സേവനങ്ങൾ അവർ ചെയ്തപ്പോൾ അവൾക്കത് അത്ഭുതമായി. കാരണം അതുവരെ അവൾ ഹൃദയംഗമമായിട്ട് നിരാശയോടെ കടന്നു പോവുകയായിരുന്നു. അവൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയുള്ളതായ സേവനങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞു? എന്നാൽ അവർ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു. ഞങ്ങളും പാപികളായ വ്യക്തികളായിരുന്നു. ഞങ്ങൾക്ക് പകർന്നു തന്നതായ ക്രിസ്തീയ സ്നേഹത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ സേവനങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് അവളെ ബോധ്യപ്പെടുത്തി. കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ അവൾ വളരെ ഉത്കണ്ഠാകുലയായി. അവളോട് സുവിശേഷം പങ്കുവച്ചു. അവൾ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് തീരുമാനിച്ചു, ഞാൻ ഇവിടെ നിന്ന് പുറത്തു വന്നാൽ, അതെ, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് എൻ്റെ മരണം വരെയും ഞാൻ യേശു ക്രിസ്തുവിനോടൊപ്പമായിരിക്കും എന്ന് അവൾ തീരുമാനിക്കുകയാണ്. എന്നാൽ ആ കാലഘട്ടത്തിലെ ഗവൺമെൻറ്റിൻ്റെ ചില സംഘടനകൾ അവളെക്കുറിച്ചുള്ളതായ വസ്തുതകൾ കേട്ടപ്പോൾ അവൾക്കെതിരെ ഭീഷണി മുഴക്കി. ആ ഭീഷണിക്ക് വഴങ്ങി തൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ അവൾ ആ സംഘടനയുടെ ഒരു അനുയായിയായി മാറി. എന്നാൽ അതിൽ നിൽക്കുമ്പോഴും തൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ചതുകൊണ്ട് അവളെപ്പോഴും വളരെ വേദനിച്ചു. അവളുടെ ഹൃദയം അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ആ സംഘടനയുടെ ഒരു മീറ്റിങ്ങിൽ അവൾ എഴുന്നേറ്റ് നിന്ന് ഒരൊറ്റ കയ്യുമായി നിന്നിട്ട് അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഈ സംഘടനയിൽ നിന്ന് രാജിവെക്കുകയാണ്. ഇനി നിങ്ങൾ എന്നെ കൊന്നാലും എൻ്റെ മരണം വരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞതായ ആ രക്തം മുഴുവൻ മാനവകുലത്തിനും വേണ്ടിയായിരുന്നു. അത് നന്നായി അറിഞ്ഞ അനേക ആളുകളുണ്ട്. അനേക സുവിശേഷകരിലൂടെ, അനേക മീറ്റിങ്ങുകളിലൂടെ ഇതെല്ലാം ശ്രവിച്ചവരുണ്ട്. എന്തിന് ഈ സമയത്ത് പോലും ആ സ്നേഹത്തെക്കുറിച്ചാണ് ഞാനും പ്രസ്താവിക്കുന്നത്. ഇത് നന്നായി അറിഞ്ഞിട്ടും മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് പലപ്പോഴും മുൻപോട്ട് പോകുന്നതായ അനേകരെ കാണുവാൻ കഴിയും. നിങ്ങളും അവരിൽ ഒരാളാണെങ്കിൽ, അതെ, ധൈര്യത്തോടെ പൗലോസ് പ്രസ്താവിച്ചതായ പ്രസ്താവന ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. കഷ്ടത കടന്നു വന്നാലും, സങ്കടം കടന്നു വന്നാലും, ആരിൽ നിന്നെല്ലാം ഉള്ളതായ ഉപദ്രവങ്ങൾ കടന്നു വന്നാലും, അതെ, പട്ടിണി കിടക്കേണ്ടി വന്നാലും, നഗ്നത അനുഭവിക്കേണ്ടി വന്നാലും, ആപത്തുകൾ കടന്നു വന്നാലും, കഴുത്തിന് വാൾ കൊണ്ടുള്ളതായ ആ ഭീഷണി മുഴങ്ങിയാലും, ഇല്ല, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്
നമ്മെ മാറ്റിക്കളയുവാൻ കഴിയുകയില്ല. യേശുവിങ്കലേക്ക് മടങ്ങി വരിക എന്ന് ഞാൻ ഈ സന്ദേശത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ജനത്തെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകലും അവർക്ക് അനുഗ്രഹമായി മാറട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറയട്ടെ. കരങ്ങളിലേക്ക് താഴ്ത്തട്ടെ. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.